പുലരി മഞ്ഞിൽ മുങ്ങി നിൽക്കും സ്നേഹതാഴ്വാരം ഹൃദയരാഗം നീട്ടിടും നീ സ്നേഹകൂടാരം ഷാലോം ടി വി പ്രേക്ഷകർക്ക് ലൗഡേയിലേക്ക് സ്നേഹം പൂക്കുന്ന ഈ താഴ്വരയിലേക്ക് സ്വാഗതം. നമ്മളുടെ കുടുംബങ്ങളിൽ നാം അനുഭവിക്കുന്ന സ്നേഹത്തിൻ്റെ സന്തോഷം സഭയുടെയും സന്തോഷമാണെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ കാലഘട്ടത്തിൽ നമുക്ക് ഏറെ സ്നേഹത്തോടെ കുടുംബങ്ങൾക്ക് പ്രത്യേകമായി മാർപ്പാപ്പ സമ്മാനിച്ച സ്നേഹത്തിൻ്റെ സന്തോഷം എന്ന അപ്പസ്തോലിക ആഹ്വാനത്തിൻ്റെ ചർച്ചകളിലൂടെയായിരുന്നു നാം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഈ ചർച്ചകൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഈ ഗ്രന്ഥം ഉരുത്തിരിഞ്ഞു വന്ന സാഹചര്യങ്ങളിലേക്ക് നാം ഒന്ന് എത്തി നോക്കുകയാണ്. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ള വിശിഷ്ട വ്യക്തികളെ നമുക്ക് സ്വാഗതം ചെയ്യാം. ആദ്യമായി നാം സ്വാഗതം ചെയ്യുന്നത് സിസ്റ്റർ നീമ ഗ്രേസിനെയാണ്. സിസ്റ്റർ നീമ തിരുക്കുടുംബ സന്യാസിനി സമൂഹ അംഗവും ഏറെ വർഷങ്ങളായി കൗൺസിലിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തിയുമാണ്. സിസ്റ്റർ നീമയെ ഏറെ സ്നേഹത്തോടെ ഇന്നത്തെ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നാം സ്വാഗതം ചെയ്യുന്നത് ഡോക്ടർ കെ എം ഫ്രാൻസിസ് സാറിനെയാണ്. നമ്മുടെ ഇന്നത്തെ ഈ ലൗഡേൽ ചർച്ചകളിൽ സ്ഥിരം സാന്നിധ്യമാണ്. തൃശ്ശൂർ സെൻറ്റ് തോമസ് കോളേജിൻ്റെ മുൻ വൈസ് പ്രിൻസിപ്പളും തൃശ്ശൂർ അതിരൂപതയിലെ വചനപ്രഘോഷകനുമായി സാർ അറിയപ്പെടുന്നു. കെ എം ഫ്രാൻസിസ് സാറിനെ ഏറെ സ്നേഹത്തോടെ ഇന്നത്തെ ചർച്ചകളിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നാം സ്വാഗതം ചെയ്യുന്നത് ഡോക്ടർ ടോണി ജോസഫിനെയാണ്. ഡോക്ടർ ടോണി ജോസഫ് തൃശ്ശൂർ ജില്ലാ ആശുപത്രിയിലെ അസ്ഥിരോഗ വിദഗ്ധനും തൃശ്ശൂർ അതിരൂപതയിലെ സമർപ്പിത സമൂഹമായ ലോഫിൻ്റെ പ്രസിഡന്റുമാണ്. ഡോക്ടർ ടോണിയെ ഏറെ സ്നേഹത്തോടെ ഇന്നത്തെ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. 2014-15 വർഷങ്ങളിൽ കുടുംബ സിനഡിന് ശേഷം ഫ്രാൻസിസ് പാപ്പ തയ്യാറാക്കിയ അപ്പസ്തോലിക ലേഖനമാണ് സ്നേഹത്തിൻ്റെ സന്തോഷം. അതുപോലെ തന്നെ 1980 കുടുംബ സിനഡിന് ശേഷം ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ സമ്മാനിച്ച മറ്റൊരു അപ്പസ്തോലിക ആഹ്വാനമാണ് കുടുംബം ഒരു സ്നേഹ സമൂഹം എന്ന ഈ പ്രബോധനം. ഇന്നത്തെ ചർച്ചയിലേക്ക് ഏവരെയും ഒരിക്കൽ കൂടെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ഏറ്റവും അല്ലെങ്കിൽ ഏറെ പ്രസിദ്ധമായ ഒരു അപ്പസ്തോലിക ആഹ്വാനമാണ് കുടുംബം ഒരു സ്നേഹ സമൂഹം. ഇത് രചിക്കാനുണ്ടായ പശ്ചാത്തലം അറിയാൻ പ്രേക്ഷകർക്കും സ്വാഭാവികമായ ആഗ്രഹം ഉണ്ടാകും. പക്ഷെ അതൊന്ന് വിശദീകരിക്കാമോ? ഈ 1980 സിനഡിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് അതിനു മുൻപുള്ള ഒരു 10 വർഷമുണ്ട്. അതായത് ജോൺ പോൾ രണ്ടാമൻ അധികാരം ഏറ്റെടുക്കുന്നത് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 1978 ഞാൻ സെക്കൻഡ് ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ്. പക്ഷേ ഈ അതിനു മുൻപുള്ള വർഷങ്ങളെന്ന് പറഞ്ഞാൽ സഭ നേരിടുന്ന ഒരു പ്രധാന ചാലഞ്ച് ഫെമിനിസ്റ്റുകളുടെ കയ്യിൽ നിന്നായിരുന്നു. ഫെമിനിസ്റ്റുകൾ വാദിച്ചിരുന്നത് പൗലോസ്ലീഹ ഒരു സ്ത്രീ വിരോധിയാണ്, അതുകൊണ്ട് പൗലോസ്ലീഹയുടെ ഇതിൽ പുരുഷനെ സ്ത്രീ അനുസരിക്കണം, ഏകദേശം പുരുഷൻ്റെ അടിമയാണ് സ്ത്രീ എന്ന പോലെ എഴുതിയെന്ന് ഒരാരോപണം. രണ്ടാമത്തെ ഒരു പ്രശ്നം നിലനിൽക്കുന്നത് പുരുഷന്മാർക്ക് സ്ത്രീനെ ഉപഭോഗ വസ്തുവായിട്ട് കണ്ടാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ടാവും. അതുകൊണ്ട് അവർ ബൈബിളിനെ അങ്ങനെയാണ് വ്യാഖ്യാനിച്ചത്. കാരണം പൗലോസ്ലീഹയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്: വിവാഹത്തിന് ശേഷം സ്ത്രീയുടെ ശരീരത്തിൻ്റെ അവകാശം ഭർത്താവിനാണ്. അപ്പോൾ അതുകൊണ്ട് ബ്രിട്ടനിലെ കോടതികളിലൊക്കെ ചില കേസുകൾ നിലനിന്നിരുന്നു. അതായത് സെക്സിന് അനുവദിച്ചില്ല, ആ കാരണം ഡൈവോഴ്സ് തരണം എന്നൊക്കെയാണ് ചില കേസുകൾ. അപ്പോൾ അതിന് ഉപോത്ബലകമായിട്ട് അവർ ചൂണ്ടിക്കാണിക്കുന്നത് പൗലോസ്ലീഹനെയാണ്. പക്ഷേ പൗലോസ്ലീഹനെ അവിടെ ഏറെ തെറ്റിദ്ധരിച്ചിട്ടാണ് ഇവരിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം പൗലോസ്ലീഹ പറയുന്നുണ്ട് സ്ത്രീയുടെ ശരീരത്തിൻ്റെ അവകാശം പുരുഷൻ്റെയാണ്, പുരുഷൻ്റെ ശരീരത്തിൻ്റെ അവകാശം സ്ത്രീയുടെയാണ്. ഇനി സ്ത്രീ പുരുഷനെ അനുസരിക്കണമെന്ന് മാത്രമല്ല പൗലോസ്ലീഹ പറഞ്ഞിട്ടുള്ളത്. അല്ലല്ല, ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ എന്ന് പറഞ്ഞാൽ സ്വന്തം
ജീവൻ കൊടുത്തതുപോലെ നിങ്ങൾ അവളെ സ്നേഹിക്കുവിൻ. അപ്പം ഇവിടെ പറ്റുന്ന പ്രധാന പ്രശ്നം ഈ കടമ അവകാശം എന്ന് പറയുന്നത് മനുഷ്യബന്ധം റെസിപ്രോക്കലാണ്. റെസിപ്രോക്കൽ എന്ന് വെച്ചാൽ ഒരു കടമയുണ്ട്, ഒപ്പം ആവശ്യമുണ്ട്. റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. അപ്പോൾ ഒരു ഭാഗത്ത് നിന്ന് അവകാശം മാത്രം മതി, ഡ്യൂട്ടീസ് വേണ്ട. അതിനെയാണ് ശരിക്കും കോൺട്രസെപ്റ്റ് മെൻറ്റാലിറ്റി എന്ന് തന്നെ പറയണത്. കാരണം എനിക്ക് സുഖം മാത്രം മതി, അതിൻ്റെ ഉത്തരവാദിത്വം വേണ്ട. അപ്പോൾ അങ്ങനെയുള്ള മനുഷ്യൻ ബൈബിള് വ്യാഖ്യാനിക്കുമ്പോൾ അങ്ങനെ വ്യാഖ്യാനിക്കണേ. അപ്പോൾ വ്യാഖ്യാനിക്കുന്നവൻ്റെ കുഴപ്പമാണ്. അത് പുരുഷ മേധാവിത്വപരമായ ഒരു സമൂഹം അതിനങ്ങനെ വ്യാഖ്യാനിച്ചെടുത്തതാണ്. അപ്പോൾ സഭയെ സംബന്ധിച്ച് സ്ത്രീകൾ ഇങ്ങനെ സഭയെ ആരോപിക്കുമ്പോൾ സഭയുടെ യഥാർത്ഥ നിലപാട് എന്താണ് എന്ന് വ്യക്തമായിട്ട് അറിയിക്കേണ്ട ചുമതലയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിലെ ഒരു ടോൺ അതിലേക്ക് വരുന്നതാണ്. അതായത് കുടുംബത്തിൻ്റെ അകത്ത് അടിസ്ഥാനപരമായി സ്ത്രീയും പുരുഷനും തുല്യരാണ്. രണ്ടാമത്തെ സഭ നേരിടുന്ന ഒരു വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് കുടുംബജീവിതം എന്ന് പറയുന്നതും സന്യാസം എന്ന് പറയുന്നതും രണ്ട് ഓപ്പോസിറ്റ് പോൾസ് ആണോ എന്നുള്ളതാണ്. അതായത് അത് രണ്ടും വ്യത്യസ്തമാണോ എന്നുള്ളതാണ്, വ്യത്യസ്തമായ വിളിയാണോ എന്നുള്ളതാണ് ചോദ്യം. ശരിക്ക് അതിൻ്റെ ഒരു ഓൾഡ് ടെസ്റ്റ്മെൻറ്റിലെ ഒരു പശ്ചാത്തലമുണ്ട്. ഇപ്പോൾ പഴയ നിയമം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. ദൈവം മനുഷ്യനോട് പറഞ്ഞു, മനുഷ്യ നീ ഭൂമിയെ കീഴടക്കുക, പെറ്റ് പെരുകുക. അപ്പോൾ ഒരു ജൂവിഷ് മുസ്ലിം വ്യാഖ്യാനം അനുസരിച്ചിട്ട് മനുഷ്യനാകെ രണ്ട് വിളിയുള്ളൂ. എന്താണ്? അല്ലല്ല, പെറ്റ് പെരുകാനും കൃഷി ചെയ്യാനും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സന്യാസത്തിൻ്റെ പ്രസക്തി എന്താണ്? അത് യൂറോപ്പിൽ നമ്മൾ വിചാരിച്ചതിനേക്കാട്ടിലും പ്രബലമായിട്ടുള്ള ഒരു ചോദ്യമാണ്. കിട്ടില്ല. ആ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം കിട്ടണമെങ്കിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ യുവാക്കൾക്ക് എഴുതിയ യേശുക്രിസ്തു ഇന്നും ജീവിക്കുന്നു എന്ന് പറയുന്ന ലേഖനത്തിൻ്റെ 8-ാം അധ്യായത്തിൽ കൃത്യമുണ്ട്. പക്ഷെ അതിൻ്റെ ആരംഭം ഈ ലേഖനത്തിലാണ്. അതിൻ്റെ തുടർച്ച സ്നേഹത്തിൻ്റെ സന്തോഷത്തിലാണ്. അതിൻ്റെ പൂർണ്ണത ക്രിസ്തുസ് വിവിത്തിലാണ്. അപ്പം എങ്ങനെയാണ് അത് എക്സ്പ്രസ് ചെയ്യുന്നത് ഈ ലേഖനത്തിൽ? മനുഷ്യനാകെ ഒരു വിളിയുള്ളൂ, സ്നേഹിക്കാനായിട്ട്. സ്നേഹിക്കാനുള്ള വിളി നിങ്ങൾക്ക് പ്രാഥമികമായിട്ട് നിങ്ങൾ കുടുംബത്തിൽ ചെയ്യണം. ആ പ്രാഥമികമായ ആ സ്നേഹിക്കാൻ്റെ വിളി അതിൻ്റെ പൂർണ്ണതയിൽ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് സന്യാസം എന്നത്. മാർപ്പാപ്പ പറയുന്നുണ്ട്, ടു ഫണ്ടമെന്റൽ വേസ് ടു ലവ് മാരേജ് ആൻഡ് സെലിബസി. അപ്പോൾ ഈ മാർപ്പാപ്പ പറഞ്ഞതിനെ വീണ്ടും വിമർശിക്കാൻ തുടങ്ങി. കാരണം കുടുംബത്തിലുള്ളത് ഭാഗിക സ്നേഹവും സന്യാസത്തിലുള്ളത് സ്നേഹമാണെന്ന് പറയുമ്പോൾ സന്യസ്തർ കുടുംബത്തിലുള്ളവരെക്കാൾ കൂടുതലാണെന്ന് ഇതിൽ ധ്വനി ഉണ്ടെന്ന് വിമർശകർ പറയുന്നത്. അപ്പോഴാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ സ്നേഹത്തിൻ്റെ സന്തോഷത്തിൽ അതിനെ പൂർണ്ണമാക്കി എഴുതുന്നത്, ദൈവത്തിൻ്റെ സ്നേഹം ചരിത്രപരമായി ഭൂമിയിൽ സന്നിഹിതമാക്കുന്നവരാണ് കുടുംബത്തിലുള്ളവർ. ദൈവത്തിൻ്റെ സ്നേഹം സ്വർഗരാജ്യത്തിൽ എങ്ങനെയാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നവരാണ് സന്യാസികൾ. അപ്പോൾ അവർ തമ്മിൽ അത് വ്യത്യസ്ത ഡയമെൻഷൻസാണ്. അതിനെ കൂട്ടിച്ചേർത്തിട്ടാണ് ക്രിസ്തുസ് വിവിറ്റിൽ കുറച്ചും കൂടി വിശാലമായിട്ട് 8-ാം അധ്യായത്തിൽ പറയണത്. ഒന്നാമത്തെ സ്നേഹിക്കാനുള്ള വിളി ഒന്നാമതായി കാണിക്കുന്നത് ഇതിലൂടെ അധ്വാനത്തിലൂടെ, രണ്ടാമതായി കാണിക്കുന്നത് എങ്ങനെ കുടുംബത്തിലൂടെ, മൂന്നാമതായിട്ട് കാണിക്കുന്നത് എങ്ങനെ സന്യാസത്തിലൂടെ. അങ്ങനെ വളരെ കൃത്യമായിട്ട്. അപ്പോൾ സന്യാസികൾ എന്ത് ചെയ്യുന്നു? കുടുംബത്തിലും ഉള്ളവർക്കും തൊഴിൽ ചെയ്യുന്നവർക്കും സ്വർഗരാജ്യത്തിലെ സ്നേഹത്തിൻ്റെ രീതിയെക്കുറിച്ച് ചൂണ്ടുപലകയായിട്ട് നിൽക്കുകയാണ്. ഇതാണ് സന്യസ്തരെ കുറിച്ചുള്ള ഡോക്യുമെന്റിൽ പറയുന്നത്. അപ്പോൾ ജീവിതത്തിന്റെ മുന്നാസ്വാദനമാണെന്ന്. അപ്പോൾ ഇത്തരം ഒരു കണ്ടിന്യൂറ്റിയിൽ നിർത്തി പരിശോധിക്കുമ്പോഴാണ് ഈ ചാക്രിക ലേഖനം അതിൻ്റെ ഒരു തുടക്കമാണ്. ഇതിലെ സ്ത്രീകളുടെ അവകാശങ്ങളെ കൂടുതൽ ഊന്നി പ്രഖ്യാപിക്കുന്ന ഒരു തുടക്കം. അതേസമയം തന്നെ സ്വാഭാവികമായിട്ടുള്ള കടമകളെ മറക്കരുതെന്നും മാർപ്പാപ്പ ഇതിൽ പറയുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലം. ഈ സ്നേഹം, കുടുംബം ഒരു സ്നേഹ കൂട്ടായ്മ
ഫാമിലിയാരിസ് കൺസോർഷ്യോ ഈ ഗ്രന്ഥത്തിൽ പാപ്പ പ്രധാനമായും പറഞ്ഞു വയ്ക്കുന്ന ആശയങ്ങൾ മറ്റെന്തൊക്കെയാണ് അതിൽ പിന്നീട് പറഞ്ഞു വയ്ക്കുന്നത്? ഈ അപ്പസ്തോലിക ആഹ്വാനത്തിൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വളരെ മനോഹരമായിട്ടൊരു കാര്യം പറഞ്ഞു വെക്കുന്നുണ്ട്. കുടുംബം എവിടുന്ന അല്ലെങ്കിൽ രൂപപ്പെട്ടതെന്നാണ്. അത് ത്രിത്വൈക ദൈവം അല്ല, സ്നേഹത്തിൻ്റെ ദൈവം സ്നേഹമാണെന്ന് നമ്മൾ പറയുന്നു. അപ്പോൾ ത്രിത്വൈക ദൈവത്തിലെ 3 ആളുകൾ തമ്മിൽ അനർഗള നിർഗളമായ സ്നേഹത്തിലാണ് അല്ലേ, അവരെപ്പോഴും സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതേ സ്നേഹം, ഇതേ കൂട്ടായ്മ ഭൂമിയിൽ ദൃശ്യമാക്കുക, ദൈവത്തിൻ്റെ സ്നേഹം ഭൂമിയിൽ ദൃശ്യമാക്കുന്ന ഒരു കൂട്ടായ്മയാണ് കുടുംബം എന്നാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ. പക്ഷേ അതിൻ്റെ തന്നെ ചുവട് പിടിച്ചായിരിക്കണം സ്നേഹത്തിന് സന്തോഷത്തിൽ പാപ്പ വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. ത്രിത്വാത്മക ദൈവ സംസർഗമാണ് കുടുംബം അതിൻ്റെ സജീവ പ്രതിഫലനം എന്നത് മാർപ്പാപ്പ ചാവറ പിതാവ് പറഞ്ഞു വെച്ചിട്ടുണ്ട്, ആകാശമോക്ഷത്തിന്റെ സദൃശ്യങ്ങളാണ് കുടുംബങ്ങൾ. ഈ ഒരു കാര്യം ആണ് ഒന്നാമതായിട്ട് അവതരിപ്പിക്കുക. അതേപോലെ തന്നെ മാർപ്പാപ്പ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, നേരത്തെ മാഷ് സൂചിപ്പിച്ചത്, ലൈംഗിക ബന്ധം അല്ലെങ്കിൽ സ്ത്രീ പുരുഷ സ്നേഹം പ്രകടിപ്പിക്കാനുള്ള മാർഗമാണ്. പക്ഷെ അത് സ്നേഹം പ്രകടിപ്പിക്കാനുള്ള മാർഗം മാത്രമായിട്ടല്ല ദൈവം സൃഷ്ടിച്ചത്, ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മം തുടരാനുള്ള മാർഗം കൂടിയായിട്ടാണ്. അപ്പം ലൈംഗിക സ്നേഹത്തിന് 2 മാനങ്ങളുണ്ട്. ഒന്ന് ഒരു സ്നേഹദായക വശം, ഒരു ജീവദായക വശം. അപ്പോൾ ഇവയെ തമ്മിൽ ചേർത്ത് വെച്ചിരിക്കുന്നതും ദൈവമാണ്. നമ്മൾ ബയോളജിക്കലായിട്ട് ചിന്തിച്ചാൽ നമുക്ക് ഇങ്ങനെ കണ്ടെത്താൻ പറ്റും. അതായത് ഈ ലൈംഗിക സ്നേഹം എപ്പോഴാണ് ജീവദായക പ്രവൃത്തിയായിട്ട് മാറുക? അത് പുരുഷൻ്റെ ലൈംഗിക സുഖാസ്വാദനത്തിൻ്റെ മൂർധന്യത്തിലാണ്. അവിടെയാണ് ശുക്ലവും ബീജവും പുറത്തേക്ക് ഒഴുകി സ്ത്രീയിൽ ഗർഭധാരണത്തിന് സാധ്യത ഒരുക്കി വെച്ചിരിക്കുക. അപ്പോൾ ഈ 2 പ്രവൃത്തികളെ, ഈ സ്നേഹദായകമായ പ്രവൃത്തിയുടെ മൂർധന്യം അതാണ് പുരുഷൻ്റെ സുഖാസ്വാദനത്തിൽ സംഭവിക്കുക. അതേ നിമിഷത്തിലേക്ക് ഈ ജീവദായക കാര്യത്തെ ചേർത്ത് വെച്ചത് ദൈവമാണ്. അതുകൊണ്ട് ഈ 2 മാനങ്ങളെ തമ്മിൽ, ലൈംഗിക ബന്ധത്തിൻ്റെ സ്നേഹദായക വ്യവസ്ഥയും ജീവദായക വ്യവസ്ഥയും തമ്മിൽ ഒരു കാരണവശാലും വേർപ്പെടുത്തരുതെന്നും മാർപ്പാപ്പ ഇതിൽ പോളാറമൻ മാർപ്പാപ്പ നമ്മൾ മുൻപത്തെ ചർച്ചകളിൽ നമ്മൾ ചെയ്തതുപോലെ ഹ്യൂമാനോവിയത്തയിലും പാപ്പ പറയുന്ന കോൺട്രസെപ്ഷന് എതിരായിട്ട്, അല്ലെങ്കിൽ അത് തന്നെയാണ് പാപ്പ ഇവിടെ വീണ്ടും ആവർത്തിച്ച് പറയുന്നത്. അതായത് ഇവിടെ ആവർത്തിക്കുന്ന ഒരു പ്രധാന കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസിൻ്റെ സെപ്പറേഷൻ. ഇപ്പം തൊഴിലും കൂലിയും അത് തമ്മിലൊരു റിലേഷൻഷിപ്പ് ഉണ്ട്. നമ്മൾ പഠിക്കുന്നതിനനുസരിച്ചിട്ടാണ് മാർക്ക്. ഈ റെസിപ്രോസിറ്റിയിലാണ് ലോകം മുഴുവൻ നിലനിൽക്കുന്നത്. അപ്പോൾ ഇവിടെ മാത്രമായിട്ട് നമ്മൾ തൊഴിലെടുക്കാതെ കൂലി വാങ്ങണം. അതായത് ഉത്തരവാദിത്തം ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനൊരു സംയോജനം നടത്തണമെങ്കിൽ അതിൻ്റെ അവിഭാജ്യ ഭാഗമാണ് കുരിശെടുക്കുക എന്നുള്ളത്. അതായത് ഓരോ കുട്ടി കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ത്യാഗമാണ്. ആ മനുഷ്യൻ, ആ ഫാമിലി ലളിത ജീവിതത്തിലേക്ക് ചുരുങ്ങേണ്ടി വരും. അവനെ അമേരിക്കയിലേക്കും ബ്രിട്ടനിലേക്കും ഒന്നും ടൂർ പോകാൻ പറ്റിയെന്ന് വരില്ലേ. അപ്പോൾ അവൻ്റെ ലളിത ജീവിതം, അവർക്ക് രോഗം വന്നു, മറ്റവർക്ക് പ്രശ്നം വന്നു, ആ സഹനം. അതുകൊണ്ടാണ് ഇതൊരു ക്രോസിലുള്ള പാർട്ടിസിപ്പേഷനാണ്, അല്ലാതെ ഇത് പറയുന്ന പോലെ എളുപ്പമുള്ള ഒരു കാര്യമല്ല എന്ന് ഉള്ള ഒരു ഡയമെൻഷൻ. അപ്പോൾ കൂട്ടായ്മ കുരിശിൻ്റെ അനന്തരഫലമായി ഉണ്ടാകുന്ന ഉത്ഥാനാനുഭവമാണ്. അതാണ് ആ ക്രോസിനെ കുറിച്ച് ഇതിൽ ഡെവലപ്പ് ചെയ്ത് പറയുന്നത്. അതിൽ പാപ്പ ഒരു വാക്ക് പറയുന്നുണ്ട്, ക്രൈസ്തവ ദമ്പതികൾ കുരിശിലെ സ്നേഹത്തെ അനുദിനം അനുസ്മരിപ്പിക്കുന്നവരാണ്. കുരിശിലെ സ്നേഹത്തിൽ ലോകത്തിൽ അവതരിപ്പിക്കാൻ വിളിക്കപ്പെട്ടവരാണ് ക്രൈസ്തവ ദമ്പതികളെന്ന്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ സ്നേഹത്തിൻ്റെ ഒരു സ്നേഹം ഉരച്ചു നോക്കുന്നത് ത്യാഗത്തിൻ്റെ ഉരകലില്ല എന്ന് പറയാറുണ്ടല്ലോ. ആത്മാർത്ഥമായ സ്നേഹം എപ്പോഴും ആത്മാർപ്പണം ആവശ്യപ്പെടുന്നു എന്നുള്ളതാണ്. സമർപ്പണമില്ലാത്തിടത്ത് സ്നേഹത്തിൻ്റെ പൂർണ്ണത കൈവരണില്ല, അല്ലെങ്കിൽ അതിൻ്റെ മൂർധന്യം എത്തുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെയുള്ള സ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ ഉറപ്പായിട്ടും ഏതെങ്കിലും ഒരു ഭാഗത്ത് വലിയ ത്യാഗത്തിൻ്റെ ഒരു ഭാവം അവിടെയുണ്ട്. അപ്പോഴാണ് ആ സ്നേഹം അതിൻ്റെ പൂർണ്ണതയിൽ അല്ലെങ്കിൽ അനുഭവിക്കാൻ പറ്റുക. മാർപ്പാപ്പയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, പൂർണ്ണമായ സ്വയംദാനം അത് സംഭവിക്കേണ്ട ഇടമാണ് കുടുംബം. ഞങ്ങൾക്കിടയിൽ ദമ്പതികൾ വരുമ്പോൾ പറയാറുണ്ടേ, എനിക്ക് നിന്നിൽ നിന്ന് എന്ത് കിട്ടും എന്നല്ല ചോദിക്കേണ്ടത്, ഹസ്ബൻഡ് ചോദിക്കണോ വാട്ട് കൻ ഐ ഡു ഫോർ യു, ഞാൻ എന്താണ് നിനക്ക് വേണ്ടി ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ തന്നെ ഭാര്യ അതിൽ സംതൃപ്തിയാകുന്നൊരവസ്ഥ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇതുപോലെ തന്നെ തിരിച്ചു ചോദിക്കണം,
നീ പോയിട്ട് എന്താ എനിക്ക് കൊണ്ടുവരിക എന്ന് ചോദിക്കാതെ തിരിച്ച് ഞാൻ എന്താണ് ചേട്ടന് ചെയ്തു തരേണ്ടത് എന്ന് ആ ചോദ്യത്തിൽ തന്നെ ഞാൻ നിനക്ക് വേണ്ടി വ്യയം ചെയ്യാൻ തയ്യാറാണ് എന്ന് ദമ്പതികൾ പറയാതെ പറഞ്ഞ് വെക്കുകയാണ് അച്ഛൻ. കുരിശിലെ സ്നേഹം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അതാണല്ലോ. ഈ വേറെ കാര്യമുണ്ട് സിസ്റ്ററെ, ഒരാൾ പറയുന്നത് നുണയാണോ നേരാണോ എന്നറിയാൻ ചിലർ വലിയ വാഗ്ദാനങ്ങളൊക്കെ നൽകും. അതിന് വില കൊടുക്കണ്ടോ നോക്കണം. ഒരാൾ പറയുകയാണെന്ന് കരുതുക, എനിക്ക് പുസ്തകം വായിക്കുന്നത് വലിയ ഇഷ്ടമാണ്. രണ്ട് കാര്യം നോക്കണം, എത്ര സമയം അതിന് ചിലവഴിക്കുന്നുണ്ട്, എത്ര പൈസ അതിനു വേണ്ടി ചിലവാക്കുന്നുണ്ട്. അപ്പോഴറിയാൻ പറ്റുള്ളൂ. ഇന്ത്യ ഗവൺമെൻറ് പറയുന്നത് ഞങ്ങൾ വിദ്യാഭ്യാസത്തിന് ധാരാളം ശ്രദ്ധ കൊടുക്കുന്നു. അത് വാചകടിയാണോ വാചകടി അല്ലേ എന്നറിയണമെങ്കിൽ എന്ത് ചെയ്യണം? പദ്ധതി പരിശോധിക്കണം. എന്നിട്ട് ആ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയിൽ അതിനെന്ത് വില കൊടുക്കുന്നു നോക്കണം. ഞങ്ങൾക്ക് കുട്ടികളോട് വളരെ സ്നേഹമാണ് എന്നൊരു അപ്പനും അമ്മയും പറയുന്നുണ്ടെങ്കിൽ എത്ര സമയം അതിന് കൊടുക്കുന്നു, എത്ര മണിക്കൂർ, അതാണ് സ്നേഹം. അപ്പോൾ റെസ്പോൺസിബിലിറ്റി ക്രോസ് എന്ന് പറയുന്നതും എൻജോയ്മെൻ്റ് എന്ന് പറയുന്നതിന് ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്. അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ഈ കടമകളെ മറന്ന് അവകാശങ്ങളെക്കുറിച്ച് മാത്രം ബോധവൽക്കരിക്കുന്ന ഒരു അവസ്ഥ ഇപ്പോഴും നമ്മുടെ ഇടയിലുണ്ട്. അതിന് പല സംവിധാനങ്ങൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ അനന്തരഫലമാണിത്. എൻ്റെ ചേട്ടൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മൂർക്കോത്ത് കുഞ്ഞപ്പ എന്ന് പറയുന്ന ഒരാളുടെ പാഠം വായിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ചേട്ടൻ വായിക്കുന്നത് ഞാൻ ഇവിടെ ഇരുന്ന് കേൾക്കുകയാണ്. എന്താണ് പാഠം? കടമ കൂടാതെയുള്ള അവകാശം താന്തോന്നിത്തമാണ്. കടമ കൂടാതെയുള്ള അവകാശം താന്തോന്നിത്തമാണ്. അവകാശം കൂടാതെയുള്ള കടമ അടിമത്തമാണ്. ഇതാണ് ബ്യൂട്ടിഫുൾ സ്റ്റേറ്റ്മെൻ്റാണ്. അപ്പോൾ ഇവിടെ പല സംഘടനകളും ആളെ ഇങ്ങനെ ഉണ്ടാക്കണേ, അധികാരം കിട്ടുന്നത് വരെ അവകാശത്തെക്കുറിച്ച് പറയും. അപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. അധികാരം കിട്ടിക്കഴിഞ്ഞാൽ കടമകളെ കുറിച്ച് പറയും. എന്ന് വെച്ചാൽ അധികാരം കിട്ടുന്നത് വരെ താന്തോന്നിത്തം, അധികാരം കിട്ടിക്കഴിഞ്ഞാൽ അടിമത്തം. ഇത് ലോക ചരിത്രത്തിലും കാണുന്ന ഈ ഒരു പ്രക്രിയയാണ്. കടമേനെ അവകാശത്തെയും സെപ്പറേറ്റ് ചെയ്യരുത്. അറിഞ്ഞോ അറിയാതെയോ ആ ഒരു സംവിധാനം നമ്മുടെ കുടുംബങ്ങളിലേക്കും എത്തിച്ചേർന്നു എന്നുള്ള ആ ഒരു ഭയാനകമായ യാഥാർത്ഥ്യത്തിന് മുന്നിൽ കണ്ടുകൊണ്ടാണ് മാർപ്പാപ്പ ഇങ്ങനെ ഒരു കാര്യം നമ്മോട് പറയുന്നത്. ഇവിടെ പാപ്പ പറയണത് കുടുംബം എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെയും ജീവൻ്റെയും ഉറ്റ കൂട്ടായ്മയാണ്. ഒരു നാണയത്തിന് 2 വശങ്ങൾ പോലെ, ഒരു പക്ഷിയുടെ 2 ചിറകുകൾ പോലെയാണത്. അപ്പോൾ ഒന്ന് അത് സെപ്പറേറ്റ് ചെയ്തിട്ട് അതിന് ഐഡൻറ്റിറ്റി ഇല്ല. ഒരു നാണയം നേരെ പകുതിയാക്കി മുറിച്ചാൽ ആ നാണയത്തിന് വിലയില്ല. പക്ഷിയുടെ ചിറകുകളിൽ ഒന്ന് പോയാൽ ആ പക്ഷിക്ക് പറക്കാനോ ആവില്ല. അപ്പോൾ ക്രിസ്തീയ ജീവിതത്തിൻ്റെ 2 സവിശേഷതകളാണ് ഈ സ്നേഹ സംസ്കാരവും ജീവസംസ്കാരം വളർത്തലും. അപ്പോൾ സ്നേഹവും ജീവനും ഒരുമിച്ച് കൊണ്ടുപോകാൻ, അതാണ് ഇത് വീണ്ടും പാപ്പ ഇതിൽ ആധുനിക ലോകത്തിലെ ക്രൈസ്തവ ധർമ്മത്തെക്കുറിച്ച് ഇതിൽ വേറൊരു നിർണായക ഇതിൽ അവതരിപ്പിക്കുന്നത്, ഞാൻ ആദ്യമേ പറഞ്ഞു കുടുംബത്തെയും സന്യാസത്തെയും ബന്ധിപ്പിക്കുന്നുണ്ടെന്ന്. ആ ബന്ധനം ഇപ്പോൾ വിമർശനങ്ങൾ അല്ലെങ്കിൽ കഥകൾ, നോവലുകളൊക്കെ പബ്ലിക് സ്പിയറിൽ വരുന്നത് ഒരു പരിധിവരെ എങ്ങനെയാണ് ഒരാൾ സിസ്റ്ററായത്, ഒരാൾ അച്ഛനായത്, പ്രേമം പൊളിഞ്ഞിട്ട് പല സിനിമേരും അങ്ങനെ പറയുന്നുണ്ട്. പല സിനിമേരും പല നോവലിൻ്റെയൊക്കെ ഒരു ഇച്ഛാഭംഗത്തിൻ്റെ അനന്തരഫലമായിട്ടാണ് സന്യാസം സ്വീകരിക്കണതെന്ന്. അപ്പോൾ ഇതിൽ മാർപ്പാപ്പ കൃത്യമായിട്ട് മറുപടി കൊടുക്കണം. അതിൻ്റെ കുടുംബത്തിൻ്റെ ഇതിൻ്റെ ഫ്യൂഷൻ ഇതിൽ വരുത്താൻ ആൾ ശ്രമിക്കുകയാണ്. അതെങ്ങനെയാണ്? ഇപ്പം നമ്മുടെ ജീവിതം തന്നെ തിരഞ്ഞെടുത്തിട്ടുള്ളത്, എൻ്റെ ജീവിതം തിരഞ്ഞെടുത്തിട്ടുള്ളത്, എൻ്റെ ഏറ്റവും കുട്ടിക്കാലത്തെ ആഗ്രഹം എന്താണെന്നറിയോ? രാഗം തിയേറ്ററിൽ ടിക്കറ്റ് വാങ്ങണ ആളായിട്ട് നിൽക്കണം എന്നാണ്. അതെന്താ അങ്ങനെ ആഗ്രഹം വന്നത്? സിനിമയാണ് എൻ്റെ എല്ലാ ദിവസവും എന്ത് കാണാം. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ആഗ്രഹം ഒരു ടാക്സി ഡ്രൈവർ ആയാൽ കൊള്ളാമെന്നായി. എന്താ കാരണം? ലോകം മുഴുവൻ ചുറ്റാവും. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ആഗ്രഹം ട്രെയിനിൻ്റെ ലോക്കോ പൈലറ്റ് ആവണമെന്നായി. അപ്പോൾ ഇതുപോലെ എല്ലാ മനുഷ്യരുടെയും ആഗ്രഹം അവൻ്റെ ടെമ്പററി ആഗ്രഹം. ഇപ്പോൾ ചിലർ ഒറിജിനൽ പ്രേമാണോ? ഒറിജിനൽ പ്രേമല്ല, അവൻ്റെ ടെമ്പററി വികാരങ്ങൾക്കനുസരിച്ച് അവൻ എന്ത് ചെയ്യണം? മൂവ് ചെയ്യണം. അപ്പോൾ ദൈവം എന്ത് ചെയ്യും? ഒരു തട വയ്ക്കും. അപ്പോൾ ബുദ്ധിയുള്ളവൻ ആ തട കണ്ടിട്ട് എന്ത് ചെയ്യും? മാറിപ്പോവും. അപ്പോൾ വേറെ വഴിയൊക്കെ പോകുമ്പോൾ ദൈവം അവിടെ തട വയ്ക്കും.
അപ്പം നമ്മൾ വേറെ വഴിയൊക്കെ കൂടെ പോകും. അങ്ങനെ ഒരു പല കടമ്പകൾ കടന്നിട്ടാണ് ഒരാളെ എവിടെ എത്തണത്? സന്യാസത്തിലേക്ക് മാത്രമല്ല, വെളിയിലേക്കും എല്ലാ ജോലി തിരഞ്ഞെടുക്കുന്നത് പോലെ അങ്ങനെയാണ്. അപ്പം ഈ പ്രോസസ്സിനെ കാണാതെ ഇത് സന്യാസിനികൾക്കോ സന്യാസികൾക്കോ മാത്രമുള്ളതാണെന്ന് അവതരിപ്പിക്കുന്നത് തെറ്റാണ്. എന്നിട്ട് മാർപ്പാപ്പ ഇതിൽ പറയാണ്, അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ഇതിലുണ്ടാവും. ഏത് വിവാഹത്തിൽ ജീവിത പങ്കാളിനെ കണ്ടെത്തുന്നതും ചിലപ്പോൾ അങ്ങനല്ലേ? അങ്ങനെ തന്നെയാണ്, പുറകെ നടന്ന് അവസാനം കണ്ടെത്തുന്നതാണ്. അപ്പം അതുകൊണ്ട് അവൾ ഉപേക്ഷിച്ച കാരനാണോ നീ ഇവളെ സ്വീകരിച്ചതെന്ന് ചോദിക്കുന്ന ചോദ്യം തെറ്റാണ്. ശരിയല്ല, 5-6 ആളൊക്കെ പ്രേമിച്ചിട്ടാണ് ചിലർ വന്ന് സ്റ്റിക്ക് ഓൺ ചെയ്യണത്. അപ്പം ഈ ഒരു ഇതിൽ മാർപ്പാപ്പ പറയാണ് അങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ടാവും, പലർക്കും പരാജയങ്ങളുണ്ടാവും. അതിലൂടെ ദൈവം ഒരാളെ നയിക്കുകയാണ്. ആ നയിച്ചിട്ട് അവരെന്താ ചെയ്യണേ? വിവാഹ ജീവിതത്തിലുള്ളവരുടെ മക്കളെ ദൈവജീവിതത്തിലുള്ളവരാക്കി കൺവെർട്ട് ചെയ്യാൻ പരിശ്രമിക്കുന്നതിലൂടെ അവർ സന്യാസിനികൾ മാതൃത്വത്തിലും സന്യാസികൾ പിതൃത്വത്തിലും പങ്കുചേരുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കുടുംബം സന്യാസം വഴിക്ക് സന്യാസത്തിൻ്റെ അടിത്തറ കുടുംബവും കിട്ടിയില്ലേ? കുടുംബത്തിൻ്റെ ഫുൾഫിൽ ചെയ്യാനായിട്ട് സന്യാസവും ഈ രീതിയിലാണ് ഇതിനെ അവതരിപ്പിക്കുന്നത്. ഈ കാഴ്ചപ്പാട് എന്നിട്ട് രണ്ടും കൂടെ ഒന്നിച്ച് ദൈവത്തിന്റെ പൂർണ്ണതയിലേക്കുള്ള സഞ്ചാരം ഇതാണ് ഇതിലൂടെ ഇഴചേർന്ന് പോണ ഒരു യാഥാർത്ഥ്യം. ഇത് അപ്പം ഇതെന്തുകൊണ്ട് 500 കൊല്ലം മുമ്പ് പറഞ്ഞില്ലേ എന്ന് ചിലർ ചോദിക്കണതാണ്. അങ്ങനെ ഒരു യാഥാർത്ഥ്യമില്ലേ? സത്യം എന്ന് പറയുന്നത് സ്ഥിരമായി നിൽക്കുന്ന കാര്യമാണ്. പക്ഷെ സത്യത്തെക്കുറിച്ചുള്ള അറിവ് അത് ഗ്രാജ്വലിയാണ് വരിക. ഭൂമി ഉരുണ്ടതാണെന്ന് എന്തുകൊണ്ട് ആദത്തിന് മുതൽ അറിയില്ല എന്നുള്ള ചോദ്യം പ്രസക്തിയില്ല. കാരണം ഞാൻ അടുത്ത് വായിച്ചതാണ്, യേശു ക്രിസ്തുവിൽ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് സമ്പൂർണ്ണമാണ്. പക്ഷെ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് അപൂർണ്ണമാണ്. അത് നമ്മളിങ്ങനെ ചരിത്രത്തിൻ്റെ ഘട്ടത്തിലൂടെ നേരിട്ടിട്ട് സഭയ്ക്കും മനുഷ്യനും ഇത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അവസാനിപ്പിക്കുന്ന അങ്ങനെയാണ്. അവനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും എഴുതിയാൽ ഈ ഭൂലോകം തന്നെ എനിക്ക് അത് പറയാൻ പറ്റില്ല. മാത്രല്ല പൗലോസ്ലീഹ പറയുന്നുണ്ട്, ഇന്ന് നാം കണ്ണാടിയിൽ എന്ന പോലെ കാണുന്നു, യുഗാന്ത്യത്തിൽ നാം പരിപൂർണമായി കാണുന്നു. അപ്പോൾ യുഗാന്ത്യത്തിലേക്കുള്ള വളർച്ച എന്ന് പറയുന്നത് ഇതുപോലെ ഓരോ മാർപ്പാപ്പന്മാരും ഓരോ ഘട്ടത്തിലും ചരിത്രത്തിലെ സിറ്റുവേഷൻസിനെ കൺഫ്രണ്ട് ചെയ്ത് ഇത് പുറത്തേക്ക് വളർന്നു വരുന്നതാണ് ഈ ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവ് തന്നെ. അല്ലാതെ നമുക്ക് റെഡിമെയ്ഡായിട്ട് കുറച്ച് അച്ചടിച്ച് വെച്ച അറിവ് നമ്മുടെ കയ്യിൽ ഇല്ല. അതിൽ മാർപ്പാപ്പന്മാരെ കുറ്റം പറയുന്നതിൽ അർത്ഥവുമില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു അവിടെ നമ്മൾ ഒരു കാര്യം കൂടെ ഓർക്കണം. ചില വ്യക്തികൾ, ഇപ്പോൾ സഭയിൽ തന്നെ ആണെങ്കിലും ചില വ്യക്തികൾ പറയും ആദ്യം പറഞ്ഞത് അത് മാത്രമേ ശരിയുള്ളൂ, അല്ലെങ്കിൽ സഭാപിതാക്കന്മാരിലൂടെ സംസാരിച്ചത് മാത്രമേ ശരിയുള്ളൂ എന്നൊക്കെ പറയും. അപ്പം പുതിയൊരു മാർപ്പാപ്പ വന്നു കഴിഞ്ഞാൽ ചിലർ പറയും പഴയ മാർപ്പാപ്പനെ തിരുത്താനും മാത്രം ഈ മാർപ്പാപ്പ വിശുദ്ധനാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ആ പറയുന്നതും ഒരു തെറ്റാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു കാര്യം നമ്മൾ അവതരിപ്പിക്കുമ്പോൾ വേറെ ആൾക്കാർ അതിനെ എതിര് പറയുന്നുണ്ടെന്ന്, ആ എതിര് പറയുന്നതിനെ കേട്ടിട്ട് നമ്മൾ പറയുന്നതിനെ തിരുത്തി വലുതാക്കാണ് ചെയ്യുന്നത്. അപ്പം മുൻപുള്ളതിനെ കളയുകയല്ല, മുൻപുള്ളതിനെ റിഫൈൻ ചെയ്ത് പെർഫെക്റ്റ് ആക്കി കൊണ്ടുവരിക. ഈ സ്നേഹത്തിൻ്റെ സന്തോഷത്തിലും പാപ്പ മറ്റ് പ്രബോധനങ്ങളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊണ്ടിട്ടാണ് ഇതിനെ ഡെവലപ്പ് ചെയ്യണത്. ഒരു ചെടി എങ്ങനെയാണ് വളരുക? ആദ്യം ആകെ ഒരു കുഞ്ഞ് ഇല മാത്രം വരും. അത് കഴിഞ്ഞിട്ട് ഇല പോയിട്ട് ഒരു തണ്ട് വരും. അപ്പോൾ ഇലേനെ കളഞ്ഞിട്ടാണോ തണ്ട് വരണേ, അതോ ഇലേനെ കൂടി ഉൾക്കൊണ്ടിട്ടാണോ തണ്ട് വരണേ? അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അത് മരമാവുമ്പോൾ ബാക്കിയുള്ളതിനൊക്കെ കളയാണോ ഉൾക്കൊള്ളാണോ? അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ പൂവ് വരുമ്പോൾ ഒക്കെ കളയാണോ? പൂവ് കഴിഞ്ഞിട്ട് കായ വരുമ്പോൾ ഇതുവരെയുള്ള എല്ലാതും ആ കായയുടെ അകത്ത് ഉൾക്കൊണ്ടിട്ടുണ്ട്, അടുത്ത മരം വരാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ള ഒരു പ്രക്രിയയിലൂടെയാണ് അറിവ് മനുഷ്യൻ്റെ വളർന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ കാണാതെ റെഡിമെയ്ഡായിട്ട് പറയണം എന്ന് പറഞ്ഞാൽ, ഞാനിത് പറയാൻ പ്രത്യേകിച്ചൊരു കാരണമുണ്ട്. ചില ആൾക്കാർ ചോദിക്കാറുണ്ട്, ജോൺ പോൾ 2 മാർപ്പാപ്പ വിശുദ്ധനായ മാർപ്പാപ്പയാണ്,
മാർപ്പാപ്പയെ തിരുത്താനും മാത്രം ഫ്രാൻസിസ് മാർപ്പാപ്പ ആയോ എന്ന് വരെ നേരിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ അല്ല, അവർക്ക് ഈ അറിവ്, ജ്ഞാനത്തിന്റെ വളർച്ചയെ കുറിച്ചുള്ള അറിവിന്റെ അഭാവത്തിലാണ് ഇങ്ങനെ ചോദ്യം ചോദിക്കുന്നത്. ആ ചോദ്യത്തിന് ഒരു കാരണം കൂടി ഉണ്ടായിരിക്കാം. കാരണം ഇതിനു മുമ്പുള്ള മാർപ്പാപ്പമാർ എഴുതിയ ചാക്രിക ലേഖനങ്ങളെ കുറിച്ചോ അപ്പസ്തോലിക ആഹ്വാനങ്ങളെ കുറിച്ചോ ഒന്നും വലിയ ഗ്രാഹ്യമോ ശ്രദ്ധയോ ലോകം കൊടുത്തിട്ടില്ലായിരുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഓരോ ചലനവും ഓരോ നോട്ടവും ഓരോ വാക്കും ലോകം വളരെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അദ്ദേഹം പറഞ്ഞതും എഴുതിയതുമെല്ലാം ബഹുജനത്തിന്റെ മുമ്പിൽ ശ്രദ്ധ ആകർഷിക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ സിംപ്ലിസിറ്റിയും കുറച്ചും കൂടെ ശ്രദ്ധ ആകർഷിച്ചതുകൊണ്ട് അദ്ദേഹത്തിന് ഓരോ വാക്കും, ഇപ്പോൾ മറ്റേ ഈ പ്രകൃതിയെക്കുറിച്ച് പറഞ്ഞ ലൗദാത്തോസിയെ കുറിച്ചുള്ളത് ശാസ്ത്രജ്ഞന്മാർ പോലും വളരെ ആകാംക്ഷയോട് കൂടിയാണ് അതിനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത്. അവരതിനെ വിശകലനം ചെയ്തത് ഇത്രയും മനോഹരമായി അത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ദൈവവിശ്വാസം ഇല്ലാത്തവർ പോലും ഇപ്പോൾ മാർപ്പാപ്പ പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നു എന്നുള്ളത് ഒരു അഡ്വാൻറ്റേജ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത്. അതെ, അതിന് കാരണം ഇപ്പോൾ മാർപ്പാപ്പയുടെ ഒരു പ്രസ്താവന, നിരീശ്വരവാദികൾ നരകത്തെ പോകുന്നൊന്നും പറയാൻ ഞാൻ ആളല്ല. കാരണം നമുക്ക് അറിവില്ലാത്ത കാര്യത്തെ കുറിച്ചിട്ട് പറഞ്ഞിട്ടൊരു കാര്യമില്ലേ. അപ്പോൾ അവരും നല്ലവരുണ്ടാകാം, സ്വർഗത്തിലെത്തിയേക്കാം. അപ്പോൾ അത് പറയുമ്പോൾ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലേ. ഞാൻ പറയുന്നത് വലത്ത് ഭാഗത്തെ കള്ളൻ അവസാന നിമിഷത്തിലാണ് ഇത് പറയണത്. അപ്പോൾ ഇനി നല്ലവനായിട്ട് നടന്ന് നമ്മൾ ചിലപ്പോൾ നരകത്തിൽ പോവും, മോശമായിട്ട് പോണ ആൾക്കാർ അവിടെ എത്തും. കാരണം നമുക്ക് പറയാൻ പറ്റില്ല ഇത്. കാരണം സ്വർഗത്തിൽ ആരെ കടത്തണ്ടെന്ന് നമുക്കിരുന്ന് തീരുമാനിക്കാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ റെവല്യൂഷണറിയാണ് പലപ്പോഴും അങ്ങനെ സംഭവിക്കുന്നത്. നമ്മൾ വിധിക്കുകയാണ്. ദൈവത്തിൻ്റെ സ്ഥാനത്ത് നമ്മളെ തന്നെ നിർത്തുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. സഭയുടെ പഠനങ്ങളൊന്നും തെറ്റല്ല എന്ന് നമ്മൾ വഴിയിലൂടെ ഇങ്ങനെ കണ്ടുവരികയാണ്. കാരണം ഒരു നൂറ്റാണ്ട് മുമ്പ് മാർപ്പാപ്പമാർ നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ കുറേയും കൂടെ വിശദീകരിച്ച് കാലത്തിനനുസൃതമായി തുടർന്നുള്ള മാർപ്പാപ്പമാർ നമുക്ക് നൽകുന്നതായിട്ടാണ് ഈ നമ്മൾ ചർച്ച ചെയ്ത ചാക്രിക ലേഖനങ്ങളിലൂടെ എല്ലാം നമ്മൾ കാണുന്നത്. അതായത് ഇന്നും സഭയെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ് എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് ഇത് മനസ്സിലാവുകയാണ്. പത്രോസിന് സിംഹാസനത്തിലിരിക്കുന്ന മാർപ്പാപ്പയിലൂടെ പരിശുദ്ധാത്മാവ് എല്ലാ സത്യങ്ങളും ഒറ്റയടിക്ക് വെളിപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല. അതുകൊണ്ട് കാലാകാലങ്ങളിൽ മനുഷ്യൻ്റെ പുരോഗതിക്കനുസരിച്ച് അത് നമുക്ക് വെളിപ്പെടുത്തി തരുന്നു, ഇപ്പോഴും വെളിപ്പെടുത്തുന്നു, ഇനിയും വെളിപ്പെടുത്തും എന്ന യാഥാർത്ഥ്യം ഈ ചാക്രിക ലേഖനങ്ങളിലൂടെയുള്ള സഞ്ചാരം നമ്മെ ബോധ്യപ്പെടുത്തുന്നു എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. നമ്മൾ ഈ ചർച്ചകളുടെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ സ്നേഹത്തിൻ്റെ സന്തോഷം എന്ന അപ്പസ്തോലിക രേഖ പാപ്പ തയ്യാറാക്കുമ്പോൾ തിരുക്കുടുംബത്തോടുള്ള പ്രാർത്ഥനയോടെയാണ് അത് ആരംഭിക്കുന്നത്. യേശുധ്യാനം, ഔസേപ്പിതാവിനെക്കുറിച്ചും മാതാവിനെക്കുറിച്ചും ഒക്കെ അവിടെ പാപ്പ പറയുന്നുണ്ട്. ഈ കുടുംബം ഒരു സ്നേഹ സമൂഹം എന്ന ഈ പുസ്തകം വളരെ പ്രസക്തമായ കുടുംബജീവിതക്കാരെ കുറിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട രേഖയാണെന്ന് നമ്മളിപ്പോൾ ചർച്ചയിൽ കേട്ടു. ഈ പുസ്തകത്തിൻ്റെ അവസാന ഭാഗത്തും ഈ പരിശുദ്ധ പിതാവ് ഇങ്ങനെയാണ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്: ഓരോ കുടുംബത്തെയും ഞാൻ അവിടത്തേക്കും മറിയത്തിനും ഔസേപ്പിനും ഭരമേൽപ്പിക്കുന്നു. തിരുക്കുടുംബത്തിന് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ചുകൊണ്ടാണ് പാപ്പ ഈ ഗ്രന്ഥം അവസാനിപ്പിക്കുക. ഈ ചർച്ചയിലൂടെയെല്ലാം നമ്മൾ ഉരുത്തിരിഞ്ഞു വന്ന ആശയം ഇതാണ്: കുടുംബം സ്നേഹത്തിൻ്റെയും ജീവൻ്റെയും ഉറ്റ കൂട്ടായ്മയാണെന്നും കുടുംബത്തെക്കുറിച്ചുള്ള ദൈവിക പദ്ധതികൾ അത് വേണ്ടവിധം മനസ്സിലാക്കാൻ ഇത്തരം പ്രബോധനങ്ങൾ നമ്മെ സഹായിക്കുന്നു. അങ്ങനെ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ തിരുക്കുടുംബത്തെ ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ കൂടുതൽ വിശുദ്ധമാക്കാനും കൂടുതൽ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ നവീകരിക്കാനും ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിന് നന്ദി പറയാം, പ്രാർത്ഥിക്കാം. പുലരി മഞ്ഞിൽ മുങ്ങി നിൽക്കും സ്നേഹതാഴ്വാരം, ഹൃദയരാഗം നീട്ടിടും നീ സ്നേഹക്കൂ